വന്ദനം. 156 വർഷങ്ങൾക്ക് മുൻപ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ. ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ലോകത്തിലെ സമാധാനകാംക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ലോക മനസ്സിൽ സത്യത്തിന്റെ അഹിംസയുടെ ആത്മവുമായി ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ്. ജനകോടിയുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചെറിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി. രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകയറി വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തുരത്താൻ പിറവിയെടുത്ത പ്രവാചക ജന്മമായിരുന്നു ഗാന്ധി. നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയല്ല, കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നുമില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുൻപിലും തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഉദാത്തമായ മാനസിക മൂല്യങ്ങളുടെ ചലിക്കുന്ന മന്ത്രിയുമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരുമാണ്. ഒരാൾ പറയുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതും ഒന്നാമോടാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂത്രം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് അനേകം ശിഷ്യഗണങ്ങളുണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീരാ ബഹൻ, നർഹരി പരീഖ്, രവിശങ്കർ വ്യാസ്, കാന്തൽ ഗഫർഖാൻ തുടങ്ങിയ പ്രമുഖർ ഗാന്ധിജത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലിച്ചെറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുൻപിതൊരു സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസ് നീക്കി പുല്ല് പറിച്ചും കല്ല് പറിക്കി മാത്രം നമ്മൾ ഈ ദിനം ആചരിക്കരുത്. ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ചിത്രവാസങ്ങളുടെ മാലിന്യങ്ങൾ തൂത്തെറിയാൻ നമുക്ക് കഴിയണം. അതിനായി നമ്മുടെ ക്ലാസും സ്കൂളും പരിസരവും ലഹരി വിമുക്തമാക്കാം. നമ്മിൽ ദുശീലങ്ങൾ